ഹൃദയങ്ങൾ പറയും പരിമലവതി. വീനാടെ അടുത്ത് പോവാ. എന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിരുന്നോളിയല്ലേ? വിരുന്നോളിയല്ലേ അമ്മ? ആരോടെ പോണ? തന്നെ പോക്കോളോ? ആരാ? ജോമോനാ? പിന്നെ നടന്ന് കൂട്ടാരെങ്കിലും വേണ്ടേ? ആരാന്നേ ഉള്ളത്? ഒരു പെണ്ണ്. അത് ഏതായിരിക്കും ആ പെണ്ണ്? ഏതായാലെന്നെ അതെ. എന്താ ഞാൻ പൊക്കോട്ടെ? എപ്പോഴും വന്നോണ്ടും പോയിക്കൊണ്ടിരിക്കണല്ലേ. അമ്മ വരുന്നുണ്ടേ ഞങ്ങളൂടെ. വിവീനയുടെ അടുത്ത് കൊണ്ടാ. വിവീനയുടെ കോളേജിലേ ഇത് പേരന്റ്സ് മീറ്റിംഗ്, അതിന് പോവാ. പേരന്റ്സ് മീറ്റിംഗ്, മാതാപിതാക്കളുടെ മീറ്റിംഗ് ആണ്, പോവാ. തീരാറായില്ലല്ലോ. ഇല്ല ഇല്ല, തുടങ്ങിയതല്ലോ. തുടങ്ങിയതേ ഉള്ളു. അമ്മ പോരുന്നുണ്ടോ? ഞാൻ പോയില്ല. ഞാൻ പോയാൽ തോന്നപ്പോ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റും. പള്ളി നമുക്ക് നാളെ പോവാ. ഇന്ന് കുളിക്കാൻ പോവാ. എന്ന് കുളിക്കൊന്നും വേണ്ട. ജോമോനെ ഇവിടെ ഇരുത്തിയേച്ചാ പോണം കേട്ടോ. അമ്മേനെ നോക്കിക്കോളും. ജോമോനെ ഇവിടെ നിർത്തിയേച്ചാ പോകുന്നേ. എവിടെ വരെ പോണം? അത് പത്തനംതിട്ടയില, അങ്ങ് ദൂരെയാ. അയ്യോ, എപ്പം വരുവാന്നാലും വൈകിട്ടേ വരുള്ളൂ. അത് കൊള്ളാം. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോ? വീട്ടിലോട്ട് പോയി. അമ്മ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. പള്ളിയിൽ പോണം. അമ്മ ഞാൻ പൊക്കോട്ടെ? പൊക്കോളാൻ വരെ. ഈ കൂടൊക്കെ എത്തിരി എടുത്തിറങ്ങിയേക്കണേ. ഇത് വസ്ത്രമാണ്. ഇത് എന്നാത്തിനാന്നേ? ഇത് കൊണ്ടുപോകണ്ടാവും. എവിടെ? അവന് വസ്ത്രം ധരിക്കണേ. എവിടെ പോനാ? പള്ളി വസ്ത്രം ധരിക്കണ്ടേ? പള്ളി പോകാനായിട്ട് ഇവിടുന്ന് ഒരുങ്ങി പോവല്ലേ? പിന്നെ ഇതൊന്നും നടക്കിയല്ല. ഇവിടുന്ന് ഒരുങ്ങിയല്ലേ പോണ പള്ളിയിലോട്ട്? പിന്നെ ഇതെല്ലാം കൂടിനകത്ത് കൊണ്ടുപോണേ? ഭയങ്കര നടുവേദന. നടുവേദനയോ? അതിനെ പറ്റി? നടക്കത്തില്ല. നടുവിന് ഇപ്പം എന്നാ പറ്റിയേ? ഈ സമയത്തൊട്ടും നടക്കത്തില്ല. ഈ സമയത്ത് നടക്കണ്ട, പരിക്കാത്തിരുന്നാ മതി. ഇവിടെ ഇരുന്ന് അമ്മ ജോമം കൊണ്ടുപോകും പള്ളിയിൽ. പള്ളിയിൽ ജോമം കൊണ്ടുപോയിക്കോളും. രാവിലെ ഞാൻ പോവാനും കുഴപ്പമില്ല. എനിക്ക് പിന്നെ ക്ഷീണം കുറവാണ്. വൈകുന്നേരം ജോമം കൊണ്ടുപോയിക്കോളുന്നേ പള്ളിയില്. പോവാ കൊണ്ടുപോകും. ഇത് വണ്ടിയല്ലേ കിടക്കണേ തരാതരത്തിന്. കാറ് കിടപ്പുണ്ട്, ഓട്ടോ കിടപ്പുണ്ട്, ഏത് വേണേലും കിടപ്പുണ്ട്. ഏത് പള്ളിയിലാ പോണ്ടേ? സ്ലീവാപുരത്താണോ പോണ്ടേ? സ്ലീവാപുരത്താണോ പോണ്ടേ? സ്ലീവാപുരത്താണോ പോണ്ടെന്ന്? പിന്നെ അമ്മയ്ക്ക് ഏത് ഇനി ഏത് പള്ളിയിലാ അമ്മയ്ക്ക് പോണ്ടേ? നമ്മുടെ അവിടെ ഇല്ല. അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ എവിടെയാ? മണ്ണാറപ്പാറയിലാണോ പോണ്ടേ? മണ്ണാറപ്പാറയിലാണോ പോണ്ടേ? മണ്ണാറപ്പാറ അവിടെയാണോ പോണ്ടേ? അവിടെ അങ്ങ് പോകണ്ട. അവിടെയൊക്കെ പോകണ്ട. റോലങ്ങാട് പോണോ? ഇവിടെ ഉണ്ടല്ലോ പള്ളി. അതല്ലേ ചോദിച്ചു, ശ്രീവാപുരം പള്ളിയിലാണോ പോണ്ടേന്ന്. ശ്രീവാപുരം പള്ളി നമ്മുടെ പള്ളിയിലാണോ പോകേണ്ടത്? പിന്നെ പിന്നെ നമ്മുടെ പള്ളിയിലാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ലോകത്തിലുള്ള പള്ളി എല്ലാം പോണേ. അത് ഓരോ ആവശ്യത്തിന് പോയപ്പോ. ഇതിപ്പോ കുമ്പസാരം കുർബാനയ്ക്കൊക്കെ പള്ളി അവനവന്റെ പള്ളിയിൽ പോകണ്ടേ. എനിക്ക് കെട്ടുമായിട്ട് പോയാലും എങ്ങനെയാ ശരിയാണ്? കുമ്പസാരിച്ചിട്ട് പോരുമല്ലേ നമ്മള്. ഇതെന്തിനാ പാണ്ടക്കെട്ടുമായിട്ട് പോണേ? സഞ്ചിയായിട്ട് പോണേ എന്തിനാ? വസ്ത്രം എന്തിനാ പള്ളിയിൽ കൊണ്ടുപോണത്? വസ്ത്രം കൊണ്ടുപോകാതെ പിന്നെ എങ്ങനെ കൊടുക്കണേ? ഉടുത്തോണ്ടല്ലേ പോണ നമ്മള്. ഇത് കൊള്ളിയല്ല. അല്ല, നമ്മൾ ഇവിടുന്ന് വേറെ മാറിക്കൊണ്ട് പോകാം. ഇടണല്ലേ കൊടുക്കണതല്ലേ. നമ്മൾ ഇവിടുന്ന് മാറിക്കൊണ്ട് പോകാം. പള്ളിയിൽ പോണത് വേറെ അല്ല. ഇവിടുന്ന് മാറിക്കൊണ്ട് പോയാ പോരെ? ഇവിടുന്ന് തുണി മാറിയല്ല പോണേ, പള്ളി പോയാണോ തുണി മാറുന്നേ? തുണി മാറണേ? തുണി മാറുന്ന പള്ളിയിലല്ലല്ലോ, ഇവിടുന്നല്ലേ മാറിക്കൊണ്ട് പോകേണ്ടത്. വീട്ടിൽ നിന്ന് ഒരുങ്ങിയല്ലേ പോണേ? വീട്ടിൽ നിന്ന് നമ്മൾ ഒരുങ്ങിയല്ലേ പോണത്. എന്നാലും ഇതൊക്കെ മാറിയാണോന്നോ? വീട്ടിൽ നിന്ന് മാറി നല്ലത് ഇട്ടോണ്ട് പോണം. വീട്ടിൽ നിന്ന് മാറിയല്ലേ നമ്മള് പോണം. ഈ സഞ്ചിയും വന്നോണ്ട് പോകണം. ആരും അങ്ങനെ പോണില്ലല്ലോ. സഞ്ചിയും വന്നോണ്ട് പള്ളിയിൽ ചെന്നാ അവര് കയറ്റുവോ? ആരും ഇല്ലല്ലോ പോകാൻ. ഇപ്പൊ പോകാൻ പറ്റിയില്ല. ഇപ്പൊ പോകാൻ പറ്റില്ല, ഇവിടെ ആളില്ലല്ലോ. വേറൊരു ദിവസം പോയാ മതിയോ? വേറൊരു ദിവസം പോയാ മതിയോ? വേറെ ദിവസം പോയാ മതിയോ? അതൊന്നും പറ്റില്ല. നമ്മുടെ രൂപതയിൽ പോകണം. നമ്മുടെ ഇടവകയിലോ? നമ്മുടെ ഇടവക പോയാൽ മതിയല്ലേ? വേറൊരു ദിവസം പോയാൽ മതിയോന്നാ ചോദിച്ചത്. ഇന്നല്ലാതെ ഇന്നിപ്പോ അവള് പോവല്ലേ? നാളെ പോയാ മതിയോ? ഇന്ന് ബിബിനയുടെ അടുത്ത് പോവല്ലേ? നാളെ പോകാം. ഇന്ന് പോയാലും കുഴപ്പമില്ല. നാളെ പോകാം കേട്ടോ. എന്നാ അതുകൊണ്ട് വെച്ചോ.
അതുകൊണ്ട് വെച്ചേര്. ഇവിടെ നേരം പോയിട്ടും പോയാലും വിഷമം. ആ വിഷമ. അമ്മ അതെല്ലാം കൂടെ കൊണ്ട് വെച്ചോ. രാവിലെ പോയേക്കാൻ അത്ര സുഖം വേറെ. ആ അതല്ലാവേ അതെല്ലാം കൂടെ കൊണ്ട് വെച്ചു. എന്നിട്ട് നമുക്ക് നാളെ പോവാം. ഞാൻ പോകും കേട്ടോ. നേരത്തെ ജനലൊക്കെ അടക്കളയൊന്നും അടച്ചില്ലേ? എല്ലാം അടച്ചു, എല്ലാം അടച്ചു. ജനലൊക്കെ തുറന്നാളോ? ഇല്ല ഇല്ല, ജനലൊക്കെ അടച്ചോളാം. ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയി. ആ കറണ്ട് പോയപ്പോൾ എന്താ പറ്റിയത്? അതിൻ്റെ പവർ ഔട്ട്പുട്ട് പവർ പോയെന്ന് തോന്നുന്നു. അത് കൊണ്ടാ വെച്ചു. കൂട്ടിയിട്ട് വാ, നമുക്ക് പോയേക്കാം. സമയമായി, 4:30 വാ. പ്രിയ സഹോദരങ്ങളെ, ജോമോള് വിവിനയുടെ കോളേജിൽ ഇന്ന് PTA മീറ്റിംഗാണ്. PTA മീറ്റിങ്ങിന് പോവുകയാണ്. രണ്ടുപേരും കൂടെ പോകേണ്ടതാണ്. ഇതിപ്പം അമ്മ മാത്രം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ മാത്രമാണ് പോകുന്നത്. പോയിട്ട് സ്റ്റഡി ലീവ് ആണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരും. അപ്പം ഞാൻ പോയിട്ട് വണ്ടി കയറ്റി വിട്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുവരെ അമ്മ അത് ഇരിപ്പുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. ഓക്കെ, ഞങ്ങളങ്ങനെ കുറുപ്പന്തറ കവല വന്നു. ഇവിടുന്ന് ഈ ബസ് കയറ്റി വിടണം. അപ്പോൾ ഈ കുറുപ്പന്തറ കവല നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ദേവികയുടെ വിവിനയുടെ കൂടെ പഠിക്കുന്ന ദേവികയുടെ മമ്മിയുണ്ട്. ഇവർ ഒരുമിച്ചാണ്. ദേവികയുടെ മമ്മി അവിടെ ആപ്പാഞ്ചേരുന്ന ബസ് കയറി വരും. അപ്പോൾ നമ്മളെ ഇവിടുന്ന് കയറ്റി വിടും. ഇതാണ് നമ്മുടെ കുറുപ്പന്തറ കവല ജംഗ്ഷൻ. ഇത് ഇവിടുന്ന് കോട്ടയം പോണ വഴിയാണ്. ഇതാണ് കോട്ടയം പോണ വഴി. ഈ കാണുന്ന റോഡ് കല്ലറയ്ക്കുള്ള റോഡാണ്. ആ വണ്ടി വരുന്നത് വൈക്കത്തു നിന്നുള്ള വണ്ടികളാണ്. വൈക്കം എറണാകുളത്തു നിന്ന് വരുന്ന വണ്ടികളാണ് ഇതിലേ വരുന്നത്. ഈ വലതുവശത്ത് കാണുന്ന വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് പുറവലങ്ങാട്ടെന്ന് പറഞ്ഞു. അത് MC റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാണത്. പുറവലങ്ങാട്ടെന്ന് നേരെ കുറുപ്പന്തറയ്ക്ക് വരുന്നത്. പാലായ്ക്കൊക്കെ പോകാനായിട്ട് MC റോഡ് മൂവാറ്റുപുഴയൊക്കെ പോകാനായിട്ടുള്ള റോഡാണത്. അവിടെ ആ ഗോപുരം കാണുന്നതാണ് കുറുപ്പന്തറ സെൻറ്റ് തോമസ് ചർച്ചാണ്. ഇവിടുത്തെ ജംഗ്ഷനിലുള്ള ജ്ഞാനായപ്പള്ളിയാണത്. ഇതൊരു തിരുവല്ല വണ്ടിയാണ്. ആ വണ്ടിയിൽ ദേവികയുടെ അമ്മയുണ്ട്. അപ്പോൾ ജോമോള് അതേ കയറി പോവുകയാണ്. അമ്മ നല്ല ഉറക്കത്തിലാണ്. ഇനി യൂണിൻ്റെ സമയത്ത് വിളിക്കാം. ഏറ്റവും ചോറിന് ചോറ് ഉച്ചയായില്ലേ? ചോറിനാനേറ്റ് വാ ഏക്ക് ഏറ്റ് വാ പറയാം. വാ ഏറ്റ് വാ ഏക്ക് ഏറ്റ് വാ. ഒരു കാര്യമുണ്ട്. ഇത്ര നേരം കിടപ്പല്ലായിരുന്നു? രാവിലെ മുതൽ കിടക്കുന്നല്ലേ? നേരത്തെ നോക്കണമായിരുന്നല്ലേ? വാ കഴുകിട്ട് വാ. വാ പോയി കഴുകിട്ട് വാ. പശുവിനെ കറക്കാൻ പോണം എനിക്ക്. പശുവിനെ കറക്കാൻ പോണം. പെട്ടെന്ന് കഴുകിട്ട് വാ. പോയി കഴുകിട്ട് വാ. കറക്കാൻ പോണെന്നേ. കറക്കാൻ പശുവിനെ കറക്കണ്ടേ? കറക്കണം. കറക്കണമെന്നേ. എന്നെ കറക്കണം. അമ്മ പോയി കഴുകിട്ട് വാ. കഴുകിട്ട് വാ. നാളത്തേനെ കൊടുക്കാനല്ല, ഇന്നിപ്പോ അമ്മയ്ക്ക് കഴിക്കാനാ. ഇപ്പൊ അമ്മയ്ക്ക് കഴിക്കാനുള്ള. ഇവിടെ ഇപ്പൊ എന്നത്തിനാ ആൾക്കാർ? അവർക്ക് കോളേജിൽ പോയില്ലേ? പിന്നെ കിടക്കിയല്ലെന്ന് ആര് പറയും? ഇപ്പൊ കഴുകിട്ട് വാ. കഴുകിട്ട് വാ. എവിടെയുണ്ട്? ഞാനുണ്ടല്ലോ. ഇന്ന് വിവീന വരുമായിരിക്കും. വൈകുന്നേരം വരും. വൈകുന്നേരം ജോമോള് കൂട്ടാൻ പോയിരിക്കുമല്ലേ? കഞ്ഞി എടുക്കാൻ പിന്നെ കുടിക്കാൻ പറ്റുമോ? എവിടുന്ന സമയം? സമയക്കേടൊന്നും ആയില്ല. വാ, ഞാൻ വെള്ളം എടുത്തോണ്ടരാ. കഴിച്ചോ. അവൻ സ്കൂളിൽ പോയേക്കല്ലേ? അവൻ സ്കൂളിൽ പോയേക്കുവാ. പിന്നെ പിള്ളേർക്ക് കൊടുത്തില്ലേ ഇന്ന്?
ഇത് ഈ രാത്രി രാത്രിയൊന്നുമല്ല, നല്ല ഉച്ച സമയം, നട്ടുച്ച. പഠിക്കണം. നട്ടുച്ച. ഏ അവരെവിടെയാ പഠിക്കാൻ? അവരൊരാൾ സ്കൂളിലും ഒരാൾ കോളേജിലും. ഒരാൾ സ്കൂളിൽ, ഒരാൾ കോളേജിൽ. രാത്രി പോയിരിക്കും. രാത്രിയല്ലമ്മേ, ഇപ്പോൾ ഉച്ചയമ്മേ. കണ്ടില്ലേ, വെയിൽ കണ്ടില്ലേ അമ്മയ്ക്ക്? അമ്മ ബിബീനയുടെ അടുത്ത് പോയിരിക്കുക. ആ, ബിബീനയുടെ അടുത്ത് ഇന്ന് മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ്. അത് കഴിഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് വരും. അതങ്ങ് പത്തനംതിട്ട. ആ, അവിടം വരെ പോകണം. പിന്നെ അമ്മയ്ക്ക് പോകുന്നതിന് എന്നാ കുഴപ്പം? അമ്മയൊക്കെ ചെറുപ്പമല്ലേ? പിന്നെ കണ്ണൊക്കെ അറിയാം. കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. ഇച്ചിരി വെള്ളമെടുത്തുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളം കഞ്ഞിവെള്ളം വേണോ? ആ, കഞ്ഞിവെള്ളം മതിയോ? കഞ്ഞിവെള്ളം പോരെ? ആ, എന്നാ വെള്ളം എടുക്കാം. ഞാൻ എന്നാ പശുവിനെ കറക്കാൻ പോവാ. പെൺപിള്ളേര് ഏത്? വിവിന അവിടെ കോളേജിലാണല്ലോ. ഇന്ന് ഇങ്ങോട്ട് വരുമായിരിക്കും. അവൾക്ക് പരീക്ഷയാ, പഠിക്കാനായിട്ട് വന്നിരുന്നു, ഇവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി. സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കണം എന്നാ പറഞ്ഞത്. പകുതി കഞ്ഞിയൊന്നുമല്ല, അത് കഴിച്ചോ, അത് കുടിച്ചോ. ആ, കുടിച്ചോ. ഞാനേ പോയി പശുവിനെ കറന്നിട്ട് വരട്ടെ. പശുവിനെ കറക്കാൻ പോവാ. ആ, എന്നാ ശരി. പിന്നെ ഇപ്പോഴല്ലേ കറക്കണേ? വൈകിട്ടാന്നാണ് അമ്മ പറയണേ. ഇപ്പൊ ഉച്ചയാവേ സമയം. ആ, 1:30 ആയതല്ലേ ഉള്ളൂ. ആ, ഉച്ചയായി. പട്ടിയൊക്കെ വഴിയോ പോട്ടെ. എന്നാ ഞാൻ കറന്നിട്ട് വരാം കേട്ടാ. ഞാനേ തിരിച്ചു. ആ, അത് കുടിച്ചോ, ബാക്കി വെച്ചേരും, നമുക്ക് പട്ടിക്ക് കൊടുക്കാം. ആ, നമ്മുടെ ജാക്കുവിന് കൊടുക്കാം. ഞാനേ പശുവിനെ കറക്കാൻ പോവാ. പശുവിനെ കറക്കാൻ പോവാ. ഇവിടുന്ന് വെച്ച് ഓടി നടക്കരുത്. ആ, കഴിച്ചിട്ടേ പോവുള്ളൂ. ഇത് കഴിച്ചിട്ടേ കേൾക്കാവുള്ളൂ. ആ, മുഴുവനില്ല, കഴിക്കാവുന്നത്രയും കഴിച്ചേ. അപ്പം അമ്മ അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവാണ്. നമ്മുടെ കുഞ്ഞിപ്പശുവിനെ കഴിച്ച് കറക്കാൻ പോവാണ്. ഉള്ള കാലത്തീറ്റയൊക്കെ എടുത്ത് വെച്ചു. അല്ല, അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ അയച്ചുകൊണ്ട് വരുന്നു. വാ, കുഞ്ഞിപ്പശുവിനെ നമ്മളെ കൂട്ടോട്ട് കൊണ്ടുവന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തോ. കാലിത്തീറ്റ വെച്ച് കൊടുത്തോണാണല്ലോ കറക്കാനായിട്ട്. കാക്ക വന്ന് കിടന്ന് കാലിത്തീറ്റയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കണം. ഇടയ്ക്ക് കാക്കളെ കണ്ട് ഭയങ്കര ശല്യമാണ്. സാധാരണ കറവ നടത്തുന്നത് ജോമോളം ഒറ്റയ്ക്കാണ്. കാരണം കൈ മേലാതിരിക്കുന്നതുകൊണ്ട് 2 ദിവസമായിട്ട് ഞാനും വന്ന് സഹായിക്കുന്നുണ്ട്. ഇന്ന് ഫുൾ ഡ്യൂട്ടി ഇരിക്കുകയാണ്. ഇപ്പം നമ്മളങ്ങനെ കുഞ്ഞിപ്പശുവിനെ കറന്നു കഴിഞ്ഞു. പാലിന് നേരെ സ്റ്റോറിലോട്ട് പോകണം. രാവിലെ പാലെടുത്ത് വെക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തെ പാല് നേരെ സ്റ്റോറിലോട്ട് പോകണം. കുഞ്ഞിപ്പശുവിനെ നമ്മൾ കുത്തി വെച്ചിട്ട് 3 മാസം ആവുകയാണ്. അപ്പോൾ നാളെ ഡോക്ടറെ വിളിച്ചൊന്ന് നോക്കണം ചെനയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഞ്ഞി മുഴുവൻ കുടിച്ചില്ല കേട്ടോ. അമ്മ പകുതി കുടിച്ചിട്ട് ബാക്കി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കറി പകുതിക്കേ കൂട്ടിയിട്ടുള്ളൂ. ജോമോളില്ലാത്തതുകൊണ്ടാന്ന് തോന്നണം. ചോറ് മുഴുവൻ കഴിക്കാൻ ഞാനാന്ന്. ചോറ് മുഴുവൻ കഴിക്കാൻ ഞാനാന്ന്. ചോറേ മുഴുവൻ കഴിക്കാഞ്ഞത്. ആ ആ കടന്നോ. നേരം വിളക്കാറന്നോ ആയില്ല. ഇപ്പം കഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ. എങ്ങനെയാണ് നേരം വിളക്കണേ? കഞ്ഞി കുടിച്ചൊന്ന് മയങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം അമ്മ വന്നില്ല. അമ്മ വരും. അമ്മ കൊച്ചിൻ്റെ അടുത്ത് പോയതാ. കൊച്ചിൻ്റെ അടുത്ത് പോയതാന്നേ. ഇരുവാ വാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിനാ അത് ഹലോ ഗൈസ്, നമ്മളിന്ന് ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അപ്പൊ മമ്മിയാണ് പേരൻസ് മീറ്റിംഗ് വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്. മമ്മിമാരൊക്കെ പോര് പോരുന്നേ. എല്ലാരും കിട്ടുന്നുണ്ടോ? അങ്ങനെ കാണാൻ മേലേ സംസാരിച്ചോ? കോളേജാണ്, വളരെ നല്ല കോളേജാണ്. എല്ലാരും വരണം ഗൈസ്, എല്ലാരും വരണം. പക്ഷേ ബെറ്റാൻഡി കേട്ടിട്ടില്ല. ഇതാണ് കോളേജ്. സ്റ്റഡി ലീവിനായിട്ട് വീട്ടിൽ പോകുന്നതാണ്. യൂട്യൂബില് ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ ഇത് ഞാൻ എന്നും കാണും. അപ്പൊ ഞാൻ ചോദിച്ചു എലിക്കുട്ടി അമ്മച്ചിയാണോ എന്ന് ചോദിച്ചുട്ടാ. അന്നേരം പറയാം ആ എലിക്കാരെങ്ങനെയാ മോക്കറിയാം. അവനെ അതെ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ആ അമ്മച്ചിയുടെ അടുത്ത് നമുക്കൊരു ദിവസം പോണേ. അവരെ ഗസ്റ്റുകൾ വരുന്നുണ്ട്, ഗസ്റ്റുകൾ വരുന്നുണ്ട്. ചട്ടകാലുള്ളൊരു ചേച്ചവൻ മമ്മി അത് അങ്ങോട്ട് കേറി ചെല്ലണം, അപ്പോഴേ അറിയത്തുള്ളൂ. ഇത് പഴയത്, അതാണ് പുതിയത്. ശരിയല്ല, ബെഡ് കുറവാണ് ഇവിടെ. നമ്മുടെ അവിടെ 750 എന്തോ ഇല്ലേ. ഇതിനകത്ത് പള്ളിയുണ്ടല്ലേ? അല്ല, ഇത് ചാപ്പല. അല്ല ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞേന്ന് തോന്നുന്നു. അല്ല ഇവിടെ വിടണം എന്നല്ലേ പറഞ്ഞു ഈ ചാപ്പലിൽ കുർബാന. നിങ്ങൾ ഈ 3 മണിക്കൂർ കുർബാന കൂടുവോ? ആരാണ്ട് കംപ്ലൈന്റ് പറഞ്ഞു. ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നേക്കുന്നു. കറികൾ മേടിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പെരുവഴി നിൽക്കുവാണ്. മമ്മി അതിൻ്റെയും കൂടെ പച്ചക്കറി എന്തോ മേടിക്കാൻ വേണ്ടി പോയേക്കുക. ഇനിയിപ്പോൾ അവരാണ് ആദ്യം പറഞ്ഞത് ഞങ്ങളോട് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇപ്പം അവരാണ് ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുന്നത്. ഞങ്ങളിപ്പോൾ വെറുതെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. വിലക്കുറവാന്നും പറഞ്ഞാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ ഇപ്പൊ വിലവേശുന്നതാണ് നമ്മൾ കാണുന്നത്. അതെ അതെ, എന്താവുന്നു. നിങ്ങളെല്ലാവരും ആദ്യം ഒട്ടും ലേറ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുന്നത്. ഇതാണ് പരമല സെമിനാറി. സെമിനാരി. ഇവിടെ ഇങ്ങനെ തിരി ഐറ്റംസും സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. പിന്നെ ബുക്സും അങ്ങനെ ആൽബം എല്ലാ കാര്യങ്ങളും വിൽക്കുന്നുണ്ട്. കൊന്ത, അതെല്ലാവരും എന്നോട് പറയുന്നുണ്ട്. ഹൃദയങ്ങൾ പറയും പരിമലവതി. ഞങ്ങളുടെ സ്വന്തം പരിമല കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന് സന്ദർശിക്കും. അതെ അതെ. കഴപ്പുന്നത് എന്നതാ? എൻ്റെ ഉണ്ട്. ഇവിടെ ഇവിടെ ഉണ്ട്. വരുന്നില്ല. അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറുപ്പുന്തറയിലെ കടയിൽ കയറിയിരിക്കുകയാണ്. ഏത് അത് അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, തുണി കഴിച്ച് എടുത്ത് കളഞ്ഞില്ലേ? ആ സ്ക്രബ്ബർ എടുത്തത്, അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയത്. എടുക്കുമായിരുന്നു.
നമ്മൾ അവിടുന്ന് മേടിച്ചല്ലേ അവിടുന്ന് നേരം വെളുക്കാറായോ? നേരം ഒന്നും വെളുക്കാറായില്ല, സന്ധ്യ ആയതല്ലോ. ഇത് എന്തെങ്കിലും കൂട്ടിയിടണം. അത് താത്തിയിട്ടാ മതി. ഇതാരാ? അവര് നമ്മുടെ പിള്ളേരാണ്. ആണോ? എക്സ്പ്രഷൻ ഒന്നും ഇല്ലല്ലോ. ആരൊക്കെയാ അത്? ഇല്ല ഇതാരൊക്കെയാ? കഞ്ഞി ആരാ തന്നെ? കഞ്ഞി അവിടെ വന്നു. ആര്? ഇവിടെയുള്ള പെണ്ണ്. ഇവിടെയുള്ള പെണ്ണോ? ഇവിടെ പെണ്ണില്ലായിരുന്നല്ലോ. ആര് ഇവിടെ 2 ആണുങ്ങളാ ഉണ്ടായിരുന്നെന്ന്. പുള്ളിക്കാട്ടി തന്നേക്കാൻ പോയി. ആണോ? അത് ഏത് പുള്ളിക്കാരത്തിയായിരിക്കും? നീയാണോ ഇവിടെ കൊടുത്തേ? അവിടെ ഇരിക്കുന്ന ചെറുക്കനല്ലേ തന്നതല്ല? ആ ഇരിക്കുന്ന ചെറുക്കനല്ലേ തന്നത്? സമയം ഉണ്ടോന്ന് ഭയങ്കര സന്തോഷാണല്ലോ. ഭയങ്കര സന്തോഷാണല്ലോ. എന്റെ മോള് പോലെ എണ്ണ കഴിയില്ലേ? അല്ല എണ്ണ വെക്കണം. ആ ചെറുക്കനെ വിളിച്ചിട്ട് ഉഷാരിപ്പിക്കാൻ മേലായിരുന്നോ? വിവാനെ കൊണ്ടേ എന്നാ വിവാനെ കൂട്ടി കുരിശ് വരയ്ക്കാൻ മേലായിരുന്നോ? ആരും കൂടെ ഇല്ലെന്റെ. ആ വിവാനോട് കുരിശ് വരയ്ക്കാൻ കൂടാൻ പറയാൻ മേലായിരുന്നോ? അത് കഴിഞ്ഞില്ലേ? അടുത്ത കഴിഞ്ഞില്ലെന്നേ. 2-3 മാസത്തെ പഠിത്താണോ? 2-3 മാസമൊന്നും ഇല്ല, 4 വർഷം പഠിക്കണം. ഇപ്പൊ 1 വർഷം കഴിയുക. 6 മാസം പഠിക്കണം. അല്ല 4 വർഷം. 4 വർഷം. ആ 1 വർഷം ഇപ്പൊ കഴിയുക. അതിന്റെ പരീക്ഷ ഇനിയിപ്പൊ. ആണോ? ആ ഇനിയിപ്പൊ അടുത്ത ആഴ്ച പരീക്ഷ. പഠിക്കാൻ വേണ്ടി വന്നു ഇങ്ങോട്ട്. അമ്മച്ചി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാ വാളെ? എന്ത് എത്ര വർഷാ? 4 വർഷം വന്നേ. ഓ, പ്രാർത്ഥിക്കോ? 4 വർഷം പഠിച്ച് ജയിച്ചെങ്കിലോ ജയിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. ജോലി കിട്ടത്തുള്ളൂ. ഇത് നേഴ്സ് ജോലി ഭയങ്കര പാട്ടോട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. ഗ്രഹണത്തിന്റെ പുറകെ ആൾക്കാർ എന്തെല്ലാം ചെയ്താലാന്നറിയാം. എന്നാലും അതിനൊരു ഒരു ഇതില്ലാതായി. ഒരു ബഹുമാനം, ഒരു അനുസരണ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം, ചെയ്യണം എന്നൊന്നുമില്ല. ആര് പറഞ്ഞു? ഇവിടെ നാട്ടിലുള്ള നേഴ്സുമാർക്ക് അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുള്ളൂ. വിദേശത്തൊക്കെ ഭയങ്കര വിലയാ. അതെ, വിദേശത്തൊക്കെ നല്ല പരിഗണനയാ. നാട്ടിലെയാണ് ഈ കുഴപ്പം മുഴുവൻ. എത്ര നാളത്തേക്ക് പഠിക്കണം? എത്ര നാളത്തേക്ക് പഠിക്കണം? ഇനി 3 വർഷം കൂടെ പഠിക്കണം. ഇപ്പൊ 1 വർഷം തീർന്നു. ഇന്ന് കഴിഞ്ഞോ? 1 വർഷം കഴിഞ്ഞ് 3 വർഷം കൂടെ ഉണ്ട്. 3 വർഷം കൂടെയോ? അയ്യോ, ഇപ്പൊ പഠിത്തം വായിക്കുമ്പോ എന്റെ മോള് നടക്കൂല്ലോ. ആ പഠിച്ചോ. അങ്ങനെയല്ലേ എല്ലാരും? എല്ലാരും അങ്ങനെയല്ലേ? അത്രയുണ്ടോ? ആ ഇപ്പൊ എല്ലാ രോഗത്തിനുള്ള ചികിത്സയാണ് തൊള്ളാന പഠിക്കാൻ. എല്ലാം പഠിക്കണം. എന്നാലും പിന്നെ പറഞ്ഞു ഡോക്ടർമാരെ പോലെ തന്നെ. ജോലി കഴിഞ്ഞിട്ടല്ലാതെ ഉള്ളു പിന്നത്തെ പഠിത്തമുള്ളൂ. ഇല്ല, ജോലിക്ക് മുന്നേ അല്ലേ പഠിച്ചു തീർക്കണ്ടേ? ആ ജോലിക്ക് മുമ്പ് എല്ലാം പാസ്സാകണം. എന്നിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നല്ല മാർക്ക് കിട്ടണം. കൊള്ളാവോ? കൊള്ളാവോ? നല്ലാണോ? മധുരം ഉണ്ടോ? എന്നാ എന്നാ അത്? എന്റെ പേരെന്നാ? ഇതിന്റെ പേരെന്നാ? എനിക്കറിയില്ല. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. തിന്നിട്ട് മനസ്സിലായില്ല എന്നാന്ന്. എന്നതാന്ന് മനസ്സിലാകുന്നില്ലേ? എന്നാ എന്റെ പേരെന്നാ? A4 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 ആപ്പിൾ. A4 ആപ്പിൾ. ആപ്പിൾ. പിന്നെ എന്നെ എടുക്കുമായിരുന്നു. കഞ്ഞി പിടിച്ചോ? കഞ്ഞി പിടിച്ചോ? എന്നായിരുന്നു കറി? അറിയാം.
അറിയാൻ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ഉണ്ടാകും. മീനും തോരൻ കറിയോ പിന്നെ വേറെ എനിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പരീക്ഷയാ. അതിനൊക്കെ എനിക്ക് മാത്രമല്ല എന്റെ ബാച്ചിലുള്ള എല്ലാ പിള്ളേർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കണം, എല്ലാവരും ഒരുമിച്ച് പാസ്സാവാൻ. അതിനെ ഇപ്പം ഇപ്പൊ അങ്ങനെയാ പരീക്ഷ. പരീക്ഷ എങ്ങനെയാ? പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കല്ലേ? പിന്നെ അമ്മ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ? പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച കാഴ്ച ഞങ്ങളുടെ ബാച്ചിന് വേണ്ടി മൊത്തം പ്രാർത്ഥിക്കണം, എല്ലാവരും ഒരുപോലെ പാസ്സാവാൻ പരീക്ഷയ്ക്ക്. മക്കളൊക്കെ രക്ഷപ്പെട്ടെങ്കിലുള്ള കാര്യം. പിന്നെ പൈസ എല്ലാം കഴിയും. പിന്നെ കാരണന്മാർ അവയെ പറയുന്നവനെല്ലാം കേട്ടു നിരാശ പിന്നെ ഇല്ലാത്ത വിഷമൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് പാസ്സായിക്കോണം. സ്വന്തം കാലം നിൽക്കാൻ ഉള്ള ആക്കണം. ഇനി അവർക്ക് എത്ര നാൾ പഠിക്കണം? 3 വർഷം കൂടെ ഉണ്ട്. 3 വർഷം. 3 വർഷം പഠിക്കണം. ഇപ്പം എത്രയായി? 1 വർഷം കഴിഞ്ഞ്. അപ്പം 2 വർഷം ഉണ്ടോ? 3 വർഷം. 3 വർഷം. അല്ല ഇനി പഠിച്ചത് കൂടാതെ പഠിച്ചുകൂടാതെ ഇനി 3 വർഷം കൂടെ പഠിക്കണം. ആണോ? ഓ ഇനി വല്ലപ്പോഴൊക്കെ ഇനി കാണാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങോട്ട് കാണാൻ വെച്ച് കുറവൊക്കെ ആയിരിക്കും. നിങ്ങളവിടെ പറഞ്ഞോണ്ടല്ലേ പഠിക്കണം. അതിന് 1 മാസം രൂപ എത്ര വേണം? 1 മാസമല്ല, 1 വർഷം ഉള്ളൂ. വർഷം തോന്നണം. അതിന് ചിലവൊക്കെ വേണ്ടേ? നമ്മളങ്ങോട്ടൊന്നും മതി, ഇവിടെ തന്നെ മേടിച്ചോണ്ട് പോയല്ലേ. എടുത്തോണ്ട് പോകണം. പക്ഷെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് കൊടുത്തേ, ഹായ്. ടാറ്റ കൊടുത്തേ, ഹായ്. ടാറ്റ അവിടെ അമ്മച്ചയുടെ കൈ ഇതിരിക്കുക, വേസ്റ്റ് ഇരിക്കുക. അപ്പോഴത്തെ കയ്യിൽ ആപ്പിൾ ഇരിക്കുക. പിന്നെ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നത് അല്ലേ? അമ്മച്ച എല്ലാവരോട് മറ്റേ ഫോണിൽ നോക്കി സുഖാണോന്ന് ചോദിച്ചേ. സുഖാണോന്ന് ചോദിച്ചേ. ഫോണിൽ നോക്കി സുഖാണോന്ന് ചോദിച്ചു എല്ലാവരും. ഇങ്ങോട്ട് നോക്കി അല്ല, എല്ലാരോടും ചോദിച്ചു. അമ്മച്ചിയുടെ വീഡിയോ കാണുന്ന കുറെ പേരുണ്ട്. അപ്പൊ അമ്മച്ചീനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട്. അവരോടൊക്കെ സുഖാണോന്ന് ചോദിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ പറ. എല്ലാരോടും പറ. അതിനകത്തുണ്ട്. അമ്മയും ചാച്ചനൊക്കെ ഇവിടെ ഉള്ളു. എനിക്ക് വേറെ അമ്മയും ചാച്ചനൊന്നും ഇല്ല. എനിക്ക് വേറെ അമ്മയും ചാച്ചനൊന്നും ഇല്ലെന്ന് ഇവിടെ ഉള്ളൂന്ന്. ഇതുവരെ പിന്നെ പിന്നെ ഞങ്ങളെല്ലാരും എനിക്ക് വേറെ അമ്മയും ചാച്ചനുള്ളൂ. എനിക്കറിയത്തില്ല. എവിടെ എവിടെ? എന്റെ വീട് ഇതാ. വീട് നിന്റേതാ. പിന്നെ കാരണന്മാരവിടെ ഉണ്ടായി. കാരണന്മാര് ഇവിടെ അല്ല നിക്കുന്നേ. എന്നെ കെട്ടിച്ചൊന്നും വിട്ടിട്ടില്ല. അപ്പം നിന്നെ കെട്ടിച്ചല്ല, അവര് കെട്ടിക്കൊണ്ട് വന്നേ. അത് കാരണന്മാർ നമ്മുടെ ഇതിലല്ല അല്ലേ? വേറെ നമ്മുടെ ഏറെപ്പള്ളില്ല. അവര് നിന്റെ ബന്ധുക്കാർ. എന്റെ ബന്ധുക്കാരൊക്കെ ഇവിടെ ഉള്ളവരേ ഉള്ളൂ. അല്ല ഇപ്പോഴത്തെ വീട്ടില ബന്ധുക്കാരില്ല. അപ്പുറത്തെ വീട്ടിലൊന്നും ബന്ധുക്കാർ, ഇവിടെ അല്ലേ ബന്ധുക്കാരുള്ളൂ. അവളെ മറന്നുപോയ എത്ര പെട്ടെന്ന്. ഞാൻ ആരാ മറന്നു തന്നെ? നീ ഇവിടെ വീട്ടുപേരെന്നാ? വീട്ടുകാരല്ല, എന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ പേരൊക്കെ ഇതേ കൂടെ ഉണ്ട്. പിന്നെ പേര് പറ, ആലോചിക്ക്. ഞാൻ പറഞ്ഞു തരത്തില്ലേ? ആലോചിക്കാൻ കൂടെ കൂടെയൊക്കെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ ഓർമ്മ വരുമോ? ഇപ്പൊ നിന്നെ വിളിച്ചിട്ട് എത്ര നാളായി? വിവീനെ ഓർമ്മയില്ലേ? വിവീന. വിവീനയ്ക്ക് അറിയാവോ? വിവീനയാ ഞാന്. നീ വിവീനയാണോ? ആണോ? ആർക്കറിയാം? പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല. പേരൊന്നും അറിയത്തില്ല. ഞാറുകുള ഉതിരക്കട്ടയിൽ കേട്ടിട്ടുണ്ടോ? ജോമോന്റെ മകള്. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഞാറുകുള ഉതിരക്കട്ടയാണെന്ന് എനിക്കറിയാവോ? ജോമോൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? ജോമോൻ എന്ന് പറഞ്ഞ ആളെ അറിയോ? ജോമോനോ? പിന്നെ ആരാ? അവരെയൊക്കെ അറിയാൻ തോട്ട് എത്ര നാളെ എത്ര വർഷങ്ങളായി? അതാരാ അമ്മയുടെ?
അമ്മയുടെ ആരാ? ആരാ? ജോമോൻ. ജോമോനോ? ആ, അതിന് ചേട്ടൻ്റെ മക്കളും. അവിടെ അപ്പൊ അങ്ങനെയായോ? അപ്പൊ അമ്മച്ചിയുടെ ആരാ? ഉം? അമ്മച്ചിയുടെ ആരാ? ഇപ്പം ഞങ്ങളും ഒക്കെ അവരെല്ലാം ബന്ധത്തിലല്ലേ. അമ്മച്ചിയുടെ ഇളയ മകനല്ലേ ജോമോന്? ജോമോനോ? ആ ആ മകന്റെ മകളാണ് ആ ഇരിക്കുന്നത്. ജോമോൻ എൻ്റെ മകനല്ലേ? ആ മകന്റെ മകളല്ലേ ഈ ഞാന്? ആ ആ അതുപോലെ അവരുടെ മകൻ്റെ മകനാ മകൻ്റെ മകൻ എൻ്റെ. എനിക്ക് ആണുങ്ങളല്ലേ, പെണ്ണുങ്ങളങ്ങനെ ഇല്ലല്ലോ. പെണ്ണുങ്ങൾ ഒരെണ്ണേ ഉള്ളൂ, എൽസി. ആ ആ ബാക്കിയൊക്കെ ആണുങ്ങൾ. ആണുങ്ങളാ, ബാക്കി 3 ആൺപിള്ളേര്. ആണുങ്ങളായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരാപദം, ആണുങ്ങളോ? സാധാരണ എല്ലാവർക്കും പെൺമക്കൾ ഉണ്ടാകുമ്പോഴേ വരാറുണ്ട് കേൾക്കാറ്. ബുദ്ധിമുട്ടും എന്തെല്ലാം നോക്കണം, എന്തെല്ലാം ചെയ്യണം. അതാണ് പെൺകൊച്ചുങ്ങളാകുമ്പോൾ അവരെ പറ്റാവുന്നതൊക്കെ ആകാൻ കഴിഞ്ഞാൽ വല്ലതൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നുമില്ല, എല്ലാം വലിയ മാതാവിയെ പോലെ ഇട്ടു. പക്ഷെ അമ്മച്ചിയുടെ 3 ആൺമക്കൾ നന്നായിട്ട് പഠിക്കുന്നതല്ലായിരുന്നു? ആ അല്ല നല്ല പഠിപ്പികളായിരുന്നല്ലോ എല്ലാം. 3 പേര് നന്നായിട്ട് പഠിക്കുന്നായിരുന്നല്ലോ. ഇവിടെയൊക്കെ ജോലിയായി. ഇനിയിപ്പം ജോലിയാകാൻ ആമക്കളൊന്നും ആരുമില്ല. എല്ലാരും ജോലിക്കാരല്ലേ? എല്ലാരും ജോലിക്കാരല്ലേ? പിന്നെ ആ അതല്ലേ ചോദിച്ചേ. പെണ്ണുങ്ങൾ മാത്രം ജോലിയായിട്ട് കാര്യമായിട്ടില്ല. പെണ്ണുങ്ങൾ വലിയ പറഞ്ഞ ഒരു പെണ്ണല്ല. ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ മക്കളൊക്കെ ജോലിയായി. മൂത്ത ചേച്ചിയുടെ രണ്ടാമത്തും ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അതനുസരിച്ചൊക്കെ അവർ വളർന്നു വരുന്നതിനനുസരിച്ച് ദൈവം അനുഗ്രഹം കിട്ടും. കാരണവന്മാർ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആർക്കും വിശേഷമൊന്നുമില്ലല്ലോ. വരുന്നുണ്ടോ? എന്തിന്? ഇല്ലേ? എന്തിനാ വരുന്നു? എന്തിനാ വരുന്നു? എന്നാ വരുന്നാണോ? അല്ല, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് നാളെ കുടിച്ചാൽ മതി. അയ്യോ ഇല്ല ഇല്ല വെയിലുള്ളപ്പോൾ. ഇല്ല അമ്മ കുടിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഈ തണുപ്പത്ത് കുടിച്ചാണെങ്കിൽ ജലദോഷം ഉണ്ടായില്ലേ? അതൊന്നും കുഴപ്പമില്ല, കുളിക്കണം. നാളെ എഴുപ്പാനോ? നാളെ അവിടെ പോകുന്നില്ല, നാളെ പഠിക്കണം. കുളിച്ചിട്ട് നാളെ പോയാൽ മതി. ഇവിടെ കുളിച്ചിട്ട് ഇവിടെ കിടക്കുവന്നേ. ഇവിടെ കുളിച്ചിട്ട് ഇവിടെ കിടക്കുവോ? പോകുന്നൊന്നുമില്ല ഇവിടെ. അല്ല, എന്നാലും എന്നാ ഇപ്പം കുടിച്ചാൽ തണുപ്പാണുള്ളത്. അതന്നെ, അതൊന്നും അത് സാരമില്ല. തലവേദന ജലദോഷം അവിടെ യാത്രയൊക്കെ ചെയ്ത് മടുത്തു വന്നാ ജലദോഷം പിടിക്കും. അതൊന്നും സാരമില്ല. എല്ലാം തല കഴുകരുത്. തല കഴുകണം, തല കഴുകി 2 ദിവസം. തല ഇച്ചിരി താളിയൊക്കെ ഇട്ട് വെച്ച് താളിപ്പോ എവിടെ ഇരിക്കുന്നു? താളിയൊന്നും ഇല്ല ഇവിടെ. ഒരു പഞ്ചത്താളി, ചെമ്പരത്തിത്താളിയോ. ചെമ്പരത്തിത്താളി നല്ലതാണ്. താളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം വരും. തണുപ്പടിച്ചിട്ട് തണുപ്പല്ലേ അത് താളി. അത് തലയിട്ട് പെട്ടെന്ന് ജലദോഷം വരും. പിടിക്കുകയല്ലേ? പെട്ടെന്ന് ജലദോഷം വരും അത് ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെയാണ്. ആ അത് ശരി. അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഒരുമാതിരിയുള്ളതൊന്നും പറ്റിയല്ല. മരുന്ന് പറ്റുമോ? ഭക്ഷണം പറ്റുമോ? ഞാൻ പോയി കുളിക്കട്ടെ? ഞാൻ പോയി കുളിക്കാൻ പോകും. നീ കുളിക്കുവാണോ? ഞാൻ പോയി വിളിച്ചോ. കുളിച്ചിട്ടോ? ഞാൻ ഇത് അരിയൊക്കെ അരച്ചു വെക്കട്ടെ. ഒരുപാടൊക്കെ ഇല്ലേ? ആർക്ക്? ഉറങ്ങാൻ സമയമായില്ലല്ലോ. ഉറങ്ങാൻ സമയമായില്ലല്ലോ. ഉറങ്ങിച്ചാണോ? ഉറങ്ങാൻ സമയമായില്ലെന്നേ. 8 മണി ആയതല്ലേ ഉള്ളൂ. 8 മണിയോ? 9 മണി. അത്രയായില്ലേ? ആ